പഠിക്കേണ്ട ശ്ലോകമാണ്. ഇത് പറ്റിയാൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക, ഡെയിലി ചൊല്ലുക. ഒരു ഭാഗവതം മുഴുവൻ സ്മരിക്കുന്നതിന് തുല്യമാണ്. അപ്പം പരീക്ഷത്ത് മഹാരാജ് പരീക്ഷത്തിനോട് പറയാണ്, അങ്ങയുടെ മനസ്സിനെ ഉയർത്താൻ എനിക്ക് എൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഒരു നിധിയുണ്ട്. എൻ്റെ പിതാവിൽ നിന്ന്, അപ്പം വ്യാസഭഗവാനിൽ നിന്ന് ശ്രീശുഖ ബ്രഹ്മർഷി കിട്ടിയ ഒരു നിധി ചോദിച്ചു. അതെന്താണ്? അതാണ് ശ്രീമദ് ഭാഗവതം. പിതൃദ്വൈവ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവാൻ ദ്വാപരാതോ പിതൃദ്വൈപായനാഥകം. പിതാവിൽ നിന്നും എനിക്ക് കിട്ടിയൊരു സമ്പത്താണ്. അപ്പൊ നോക്കണം, ശ്രീശുഖ ബ്രഹ്മർഷി അദ്ദേഹത്തിന് ഭാഗവതം കേൾക്കേണ്ട കാര്യമില്ല. ആരം എത്തേണ്ടടുത്ത് ബ്രഹ്മപ്രാപ്തി കൈവരിച്ച ആള് അദ്ദേഹം. പക്ഷേ ലോകസംഗ്രഹം എന്താണ്? പരീക്ഷത്തിന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി താൻ മനസ്സിലാക്കിയ ഭാഗവതത്തെ ആ പരീക്ഷത്തിനായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്തിനാണ് പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ ഈ സ്ട്രക്ചർ വെച്ച് ചിന്തിക്കണേ, എന്നാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. എന്തിനാണ് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത്? കൊടവന്നിൽ ക്ലിക്ക് ചെയ്തില്ല. എന്തിനാണ് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത്? ഈ 3 വാക്കുകൾ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. ഇതിൽ ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പൊ ഉത്തരം കിട്ടിയല്ല. എന്തിനു വേണ്ടിയിട്ട്? ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ പരീക്ഷത്തിനും എന്ത് കൈവരിക്കണം? അതിനു വേണ്ടി ആ പരീക്ഷത്തിനെ കൈപിടിച്ചുയർത്താൻ, ലോകസംഗ്രഹത്തിന് വേണ്ടി താൻ പിതാവിൽ നിന്ന് മനസ്സിലാക്കിയ ഭാഗവതത്തെ പരീക്ഷത്തിനായിട്ട് ഉപദേശിക്കുക. എന്നിട്ട് പരീക്ഷത്ത് ആ ബ്രഹ്മപ്രാപ്തി കൈവരിച്ചു. നമുക്ക് 7ാമത്തെ ദിവസത്തേക്ക് പോവാം. 12ാം സ്കന്ധം 6ാം അധ്യായത്തില്. അവിടെ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവില്ല, ഫസ്റ്റ് വോളിയല്ല, സെക്കൻഡ് വോളിയം. ഭാഗവതമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. പരീക്ഷത്ത് മഹാരാജാവിനോട് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു, ഇനി ഏതാനും സമയം കഴിഞ്ഞാൽ തക്ഷകൻ വരും, അങ്ങേ കടിക്കും. അങ്ങക്ക് ഭയമുണ്ടോ? തക്ഷകൻ കടിച്ചു മരിക്കും എന്നുള്ള പേടിയുണ്ടോ? എന്താണ് അങ്ങയുടെ മാനസികാവസ്ഥ? പരീക്ഷത്ത് കൊടുത്ത മറുപടി എന്താ അറിയോ? ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ബിബേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം. 12ാം സ്കന്ധം 6ാം അധ്യായം 5ാം ശ്ലോകം. അവിടെയാണ് ഈ ശ്ലോകം പറയുന്നത്. ഇപ്പൊ നിങ്ങളിൽ പുസ്തകം ഉണ്ടാവില്ല. ഞാനിപ്പോൾ തക്ഷകനെയും മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അജ്ഞാനം ച നിരസ്തമ്മേ വിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. എന്റെ മനസ്സ് അങ്ങ് പറഞ്ഞു തന്ന അനുഷ്ഠാനത്തിലൂടെ ഭഗവാന്റെ പദത്തിൽ അലിഞ്ഞു ചേർന്നു. ഞാൻ വേറൊന്നും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നാണ്. ശ്രീശുഖ ബ്രഹ്മർഷി ഏതൊരു ബ്രഹ്മപ്രാപ്തി കൈവരിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തെ പരീക്ഷത്തിനായിട്ട് പ്രകാശിപ്പിച്ചത്, അതേ ബ്രഹ്മപ്രാപ്തി കൈവരിക്കാൻ ശ്രീ പരീക്ഷത്ത് മഹാരാജാവിന് സാധിച്ചു എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പൊ ഭാഗവതം നമ്മളൊക്കെ കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്തിനിവിടെ ഇരുന്ന് ദുഃഖിക്കണം? എന്തിനു ഓർത്ത് വിഷമിക്കണം? ആരെ ഓർത്ത് വിഷമിക്കണം? അവര് സ്നേഹിച്ചില്ലേ, ഇവര് സ്നേഹിച്ചില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും പറഞ്ഞ് ചൊറി പറഞ്ഞിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേണോ? ആര് നോക്കിയാലും പ്രശ്നമില്ല, ആര് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, ആരുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇതാണ് ആദിശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് പറയുന്നത്. യോഗരതോവാ ഭോഗരതോവാ സങ്കരതോവാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദദേവ ഭജ ഗോവിന്ദം. എന്താ അർത്ഥം? എന്താ അർത്ഥം? യോഗം ആളുകൾ ഉണ്ടാവട്ടെ, യോഗവിഹീന ആരുമില്ലെങ്കിലും കുഴപ്പമില്ല. ഭോഗരതോവാ എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ കഴിവുണ്ടായിക്കോട്ടെ. ഇനിയിപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ അയ്യ എന്നെ വേണ്ട, എനിക്ക് വിരോധമില്ല. ആരുണ്ടായാലും ആരില്ലെങ്കിലും എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ചിത്തം ബ്രഹ്മണി രമതേ. എന്റെ മനസ്സെവിടെ ഞാൻ വെച്ചിരിക്കുന്നത്? ബ്രഹ്മപ്രാപ്തിയിലാണെങ്കിൽ ആനന്ദോ ആനന്ദം ആനന്ദം, സന്തോഷം മാത്രമേ. മനസ്സിലായില്ലേ? ഈ ഭാഗവത സപ്താഹം കേൾക്കാൻ വന്ന നിങ്ങളൊക്കെ ഇന്നു മുതൽ പ്രതിജ്ഞ ചെയ്യണം. എന്ത്? ചോറി പറയില്ല. പറയൂ.
ആരെയും ചൊറിയാൻ പോവില്ല. മനസ്സിലായില്ല? ചൊറി പറയില്ല, ചൊറിയാൻ പോവില്ല, കുറ്റം പറയില്ല. ഇതൊന്നും പറഞ്ഞ് എന്റെ സമയം ഞാൻ കളയില്ല. പറയാൻ ധൈര്യമുണ്ടോ? ആരെന്നെ നോക്കിയാലും പ്രശ്നമില്ല, നോക്കില്ലെങ്കിലും നോക്കുന്ന ഇങ്ങനെ കണ്ണോട് നോക്കല്ല. സ്നേഹിച്ചാലും പ്രശ്നമില്ല, സ്നേഹിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, എന്നോട് മിണ്ടിയാലും പ്രശ്നമില്ല, മിണ്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, എന്റെ കുശലം ചോദിച്ചാലും പ്രശ്നമില്ല, ചോദിച്ചില്ലെങ്കിൽ ഞാൻ അതിലൊന്നും അസ്വസ്ഥമാവില്ല എന്ന് തീരുമാനിക്കാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? ഇതിലും വലിയ നുണ വേറെ ഇല്ലേ? ഇതൊക്കെ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് വലിയ കഥയിലൊക്കെ കൈ ഉയർത്തും. ഈ ഹാളിന്റെ പുറത്തിറങ്ങി അപ്പം തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. പഠിച്ചതല്ലേ പാടുള്ളൂ, സ്വഭാവം മാറണ്ടേ? അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറപ്പിക്കുക, എന്റെ ജീവിതം എന്തിനാ ജീവിതം? ബ്രഹ്മപ്രാപ്തി. ഈ 3 വാക്കുകൾ നിങ്ങളോട് ഞാൻ ലാസ്റ്റ് ഡേ വരെ ചോദിക്കും. ഇത് മറന്ന് ഞാൻ വിളിച്ചു ചോദിക്കും. മറന്നവര് 108 പ്രാവശ്യം എഴുതി കൊണ്ടുവരണം, അല്ലത് നിങ്ങളുടെ തലയിൽ കയറിയേ പറ്റുള്ളൂ. ഇതാണ് ഹിന്ദുമതം. ബ്രഹ്മപ്രാപ്തി, ധർമ്മനിഷ്ഠ, ലോകസംഗ്രഹം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ 3 കാര്യങ്ങൾ ഒരു ട്രയാങ്കിൾ പോലെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ ഇതിനാണ് ഇവിടെ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്രകാരം പരീക്ഷത്തിനോട് പറഞ്ഞു, എന്റെ പിതാവിൽ നിന്ന് കിട്ടിയ ഭാഗവതത്തെ ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. അപ്പൊ പരീക്ഷത്ത് മഹാരാജ് ചോദിച്ചു, എന്താണ് ഈ ഭാഗവതം, ഇതെവിടുന്നാണ് വന്നത് എന്നെനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ഭാഗവതത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭാഗവതത്തെ എന്താണെന്ന് പരിചയപ്പെടുത്തുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. പറഞ്ഞു, ഭാഗവതം നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ, നമ്മൾ കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുത്തോടും അല്ലേ? ഇപ്പൊ നമുക്ക് ഭാഗവതം എന്നൊക്കെ പറഞ്ഞാൽ 18,000 ശ്ലോകങ്ങളുടെ ഒരു പുസ്തകമാണ്. എന്നാൽ ഭാഗവതം എന്ന് പറയുന്നത് അതിനൊരു 2 ഭാഗവതമുണ്ട്. ഒന്ന്, ഇപ്പോ നമ്മൾ കാണുന്ന ഭാഗവതത്തിന്റെ ഒരു എസൻസ് ഭാഗവതം, അതിനെ വിളിക്കുന്ന പേരാണ് ചതുശ്ലോകി ഭാഗവതം. എന്താ പറയാ? ഈ ചതുശ്ലോകി ഭാഗവതമാണ് പിൽക്കാലത്ത് വ്യാസഭഗവാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വിസ്തൃത വിശാല ഭാഗവതമാക്കി മാറ്റിയത്. അപ്പൊ എനിക്കതൊന്ന് പറഞ്ഞുതരൂ എന്ന് പറഞ്ഞപ്പം ബ്രഹ്മാവ് തപസ് ചെയ്ത കഥയും ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം സമയം നമ്മൾ കുറെ കഥയിലേക്ക് എടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ആ ചതുശ്ലോകി ഭാഗവതം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നും ബ്രഹ്മാവിന്റെ അടുത്ത് നാരദരെത്തി ആരെയാണ് തപസ് ചെയ്യുന്നത്, ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എവിടെന്നാ വന്നത് എന്ന് കണ്ടുപിടിക്കുകയാണെന്ന്. അപ്പൊ ബ്രഹ്മാവ് ഇരിക്കുന്നത് ഭഗവാന്റെ നാഭി പങ്കജത്തിലാണ്. അപ്പൊ താമരയുടെ തണ്ടിലൂടെ ഇറങ്ങിച്ചെന്നു. അപ്പൊ അങ്ങനെ ഉള്ളിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അവിടുന്ന് ഒരു കണക്ക് കേട്ടു, 16, 21, 16, 21. ബ്രഹ്മ വിചാരിച്ച് ആരുടെ 16 ആവുമെന്ന്. പിന്നെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാ മനസ്സിലായത്, ഈ 16 എന്ന് പറയുന്നത് ത എന്ന അക്ഷരവും 21 പ എന്ന അക്ഷരവുമാണ്. അതായത് തപസ് വേണം, അനുഷ്ഠാനമുണ്ടെങ്കിലേ ആ പൊരുൾ കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ വീണ്ടും തപസ് ചെയ്ത് ഭഗവൽ പ്രാപ്തിയിലേക്ക് എത്തിയപ്പോൾ ആ ഭഗവാൻ ബ്രഹ്മാവിനായി പ്രകാശിപ്പിച്ച ഭാഗവതത്തെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയാം. എന്താണ് അത്? ഭാഗവതം 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 ശ്ലോകം. ഇതെല്ലാവരും പഠിക്കണേ. ഭാഗവതം പഠിക്കുന്നവരൊക്കെ പഠിക്കേണ്ട ശ്ലോകമാണ്. ഇത് പറ്റിയാൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക, ഡെയിലി ചൊല്ലുക. ഒരു ഭാഗവതം മുഴുവൻ സ്മരിക്കുന്നതിന് തുല്യമാണ് ഈ ചതുശ്ലോകി ഭാഗവതം വായിക്കുന്നത്. 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 ശ്ലോകം. ബുക്കുള്ളവരൊക്കെ നോക്കണേ. ഇതെങ്ങനെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഇത് 4 ശ്ലോകമേ ഉള്ളൂ, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് വിളിക്കുന്ന പേരെന്തായിരുന്നു? ഈ ശ്ലോകങ്ങൾ എന്താ വിളിക്കുക? 4 ശ്ലോകങ്ങളേ ഉള്ളൂ, ചതുശ്ലോകി ഭാഗം. ഇത് സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിനായി പ്രകാശിപ്പിച്ച ഭാഗവതമാണ്. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേര്, ഈ ഭാഗവതത്തെ വിളിക്കുന്ന പേര് ഭാഗവത, ശരിക്കും പറഞ്ഞാൽ മൂലഭാഗവതം എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ വിളിക്കുന്നത് ഈ വലിയ സംസ്കൃത പുസ്തകത്തെയാണ് എന്ത് പറയുക? അതിനെ വിളിക്കുന്ന പേര് വ്യാസഭാഗവതം എന്നാണ്. ഇത് ഈ 2 വോള്യമുള്ള പുസ്തകത്തിനെ വിളിക്കുന്ന പേര്. പക്ഷെ അങ്ങനെയല്ല ആളുകൾ പറഞ്ഞു ശീലിച്ചത്. സംസ്കൃതത്തിലായതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയർക്കൊരു
കാര്യമുള്ളത്. കേരളത്തിൽ എഴുത്തച്ഛനും ഭാഗവതം എഴുതി വെച്ചുകൊണ്ട് അതിനെ കിളിപ്പാട്ട് ഭാഗവതമെന്നും സംസ്കൃത ഭാഗവതത്തെ മൂലഭാഗവതെന്നും അങ്ങനെ അല്ലേ, അങ്ങനെയല്ലേ പറയാ. അവിടെ സപ്താഹമുണ്ട്, ആരാ വരുന്ന സ്വാമി ഉദിച്ചതിന്, അപ്പൊ മൂലഭാഗവതായിരിക്കും. അല്ലെങ്കിൽ ഇന്ന ആചാര്യം വരുന്നുണ്ടോ, അപ്പൊ കിളിപ്പാട്ടായിരിക്കും. അങ്ങനെ ഒരു ധാരണ പൊതുവേ സമൂഹത്തിലുണ്ട്. ഉണ്ടോ? ആണോ അല്ലയോ? എന്നാൽ ശരിക്കും മൂലഭാഗവതം എന്ന് പറയുന്നത് ചതുശ്ലോകി ഭാഗവതമാണ്. ആ ചതുശ്ലോകി ഭാഗവതത്തെ വിസ്തരിച്ചപ്പോൾ ആ ഭാഗവതത്തെ വിളിക്കുന്ന പേര് വ്യാസഭാഗവതം എന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമുക്ക് 18ാമത്തെ പുരാണമായിട്ട് ഈ വ്യാസഭാഗവതത്തെ കിട്ടിയത്. പോട്ടെ, ഏതായാലും അതിനെക്കുറിച്ച് തർക്കിക്കണ്ട. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ചതുശ്ലോകി ഭാഗവതം. എന്താണ്? പുസ്തകമുള്ളവരൊക്കെ നോക്കുക, എല്ലാവരും ഒന്ന് നോക്കി വായിക്കുക. എല്ലാവർക്കും ഏറ്റുചൊല്ലാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് അത് വായിച്ചു നോക്കും. അഹമേവാസമേവാഗ്രേ. നോക്കൂ, നിങ്ങൾ പുസ്തകം നോക്കൂ. അഹമേവാസമേവാഗ്രേ നാന്യത്യ. നോക്കട്ടെ, 9:32 അല്ലെ? അഹമേവസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യദേതശ്ച യോ വശിഷ്ഠേതസോസ്മ്യഹം ഹൃദേർത്തം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാത്തമാം യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവതീശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തദാ തേഷു ന തേഷഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാ അന്വയവ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവദാ. ഇതാണ് ശ്ലോകം. എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി കർഷിതി എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ പറയുന്നത് 4 ശ്ലോകങ്ങൾ. ഇതിലാദ്യം പറയുന്നത് അഹമേവ അഗ്രേ ആസീത്. അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പൂർണ്ണബോധം. എന്താണ്? ഇത് സയൻസ് ആണ് പറയുന്നത്. ഒരു പൂർണ്ണതയിൽ നിന്നാണ് പരിമിതി ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഉദാഹരണം മനസ്സിലോർത്താൽ മതി. ഒരു വലിയ വിശാല സ്പേസിലാണ് ചെറിയൊരു പന്തലിട്ട് ഒരു ഹാള് പണിതത്, ആണോ? ഇതുപോലെ നമ്മുടെ ഉള്ളിലെ ബോധം അപരിമിതമായൊരു ബോധത്തിൽ നമ്മൾ ഞാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമില്ലായ്മ, രാഗദ്വേഷങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു കൂടാരം പണിതിരിക്കാൻ. അപ്പോഴാണ് നമ്മളെ പേഴ്സണാലിറ്റി വരുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു. അങ്ങനെ നമ്മൾ പരിമിതരായി. ഏത് പരിമിതത്തിന്റെ പിന്നിലും ഒരു എന്തുണ്ട്? ഏത് ഫൈനൈറ്റിന്റെ പിന്നിലും ഒരു കുട വന്നില്ല. നിങ്ങൾ എപ്പോഴും ഓർക്കണം, കടലിലെ വെള്ളം നീരാവിയായി പോയി അത് മഴയായിട്ട് കടലിലേക്ക് പോകുന്നെങ്കിൽ പരിമിതമായ ഏതൊരു വെള്ളത്തുള്ളിയും വന്നത് അപരിമിതമായൊരു കടലിൽ നിന്നാണ്. ഇതുപോലെ പരിമിതമായ എൻ്റെ ചിന്തകളൊക്കെ വന്നത് അപരിമിതമായൊരു ബോധത്തിൽ നിന്നാണ്. അപരിമിതമായൊരു ബോധത്തിൽ നിന്നാണ്. നിങ്ങൾ നോക്ക്, ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ വിചാരം, നമ്മുടെ മനസ്സ് മുഴുവൻ സ്വപ്നത്തിലാണ്. നമ്മൾ മുഴുവൻ സ്വപ്നത്തിലാണെന്നാണ്. ആണോ? നമ്മൾക്കറിയില്ല എന്താ ഏതാന്നുള്ളത്. നമ്മുടെ സ്വപ്നത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ ഏതോ ഒരു പോയിന്റില് നമ്മൾ സ്വപ്നത്തിൽ നിന്നും പുറത്തു കടന്നു. അപ്പൊ നമ്മൾ അപ്പം മനസ്സിലാക്കി, ഞാൻ ആ സ്വപ്നം വെറും ഇതെല്ലാം ഒരു തോന്നലായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴും സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നൊരു ബോധവും നമ്മളിൽ അപ്പം ഉണ്ടാവും. മുമ്പ് തന്നെ ഉണ്ടോ? അപ്പൊ സ്വപ്നം ബാധിക്കാത്ത, സ്വപ്നം അലട്ടാത്ത ഒരു ബോധവും ആരിലുണ്ട്? അവർക്ക് പറയൂ.
അതുപോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ചു. ഒരാൾ ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു, പല വിഷമങ്ങളും ഉണ്ടെങ്കിലും ആ വിഷമങ്ങളൊന്നും ബാധിക്കാത്തൊരു ബോധം നമ്മളിൽ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഈ ഹാള് പോലെയാണ്. ഇതിന്റെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല, സ്പേസ് ഉണ്ട്, അടച്ചു മൂടിക്കിടക്കുക. ഇതുപോലെ എന്റെ വിഷമങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ ഇഷ്ടങ്ങളും ഇതിങ്ങനെ മൂടിക്കിടക്കുകയാണ് ഉള്ളില്. പണ്ട് കാലത്തൊക്കെ കുളത്തിൽ കുളിച്ചവരെത്ര പേരുണ്ട്? കുളത്തിൽ കുളിച്ച് ശരി. അപ്പൊ ഒരു നവംബർ മാസമൊക്കെ ഒരു തുലാം വൃശ്ചികമൊക്കെ ആകുമ്പോഴേക്കും പായൽ നിറയും, ഇല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴതൊക്കെ ഇത്തിരി കുറവാണ് പായൽ. പഴയ കാലത്തൊക്കെ കുളങ്ങളിലൊക്കെ എവിടെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? പായലുള്ള കുളത്തിൽ കുളിച്ചവരെത്ര പേരുണ്ട്? അപ്പൊ നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോഴേക്കും പായൽ മുഴുവൻ മൂടും. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നോക്കുമ്പോണ്ടല്ലോ ഒരു തുള്ളി വെള്ളം കാണില്ല. കാരണം മുഴുവൻ പായൽ നിറഞ്ഞു കിടക്കുക. പിന്നെ നിങ്ങൾ ആ പായലൊക്കെ ഒന്ന് കൈകൊണ്ടൊക്കെ തള്ളി നീക്കി, അല്ലെ? അങ്ങനെയല്ലേ കുളിക്കുക? ആണോ? എന്നതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ഈ മഴ പോലെയാണ്. അത് സറസറോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഷീറ്റിന്റെ മുകളിൽ മഴ പെയ്താൽ ബഹളം ഉണ്ടാവാതിരിക്കുമോ? എന്നാൽ അത് മണ്ണിലാണെങ്കിൽ അത്ര ശബ്ദം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പറപറവോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ ആകാശത്തു നിന്നാണ് പെയ്യുന്നതെങ്കിലും, ആകാശത്തിലാണ് മഴ പെയ്യുന്നതെങ്കിലും ചിന്തിക്കണേ, നിങ്ങൾ ആകാശത്തിന്റെ അങ്ങോട്ട് മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ താഴെ മഴയായിരിക്കും, പക്ഷെ അവിടെ ഒരു തുള്ളി മഴ ഉണ്ടാവില്ല. കാരണം കാർമേഘം ഇരിക്കുന്നത് ആകാശത്തിന്റെ ഏറ്റവും താഴെ തലത്തിലാണ്. അപ്പൊ ഒരു വശത്ത് മഴ പെയ്യുമ്പോഴും ഈ അന്തരീക്ഷത്തെ നമ്മൾ ഈ കാണുന്ന ഈ സ്പേസിൽ മുഴുവൻ ആ മഴയില്ല. അതിനപ്പുറത്ത് ഒരു തുള്ളി മഴ ഉണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കാഞ്ഞിരമറ്റം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം ആര്യങ്കാവ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ മഴയുണ്ടാവില്ല, അല്ലേ? അതാണ് മഴയുടെ അവസ്ഥ. ഒരു വാർഡിലുണ്ടാവും, അടുത്ത വാർഡിലുണ്ടാവില്ല. ഇതാണ് ഇപ്പോഴത്തെ മഴ വാർഡ് നോക്കിയിട്ട് പെയ്യുന്ന കാലമാണത്, പഴയ കാലമല്ലത്, ഇല്ലേ? ഓരോ സ്ഥലം നോക്കിയിട്ടാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റെഡ് അലേർട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്. എന്തായാലും മഴ തന്നെ പെയ്തിട്ടില്ല, പക്ഷെ വേറൊരു സ്ഥലത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അലേർട്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോഴും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല സത്യത്തിൽ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് കൃത്യം ഏത് റോട്ടിൽ എത്ര മഴ എത്ര ഇതിൽ വീഴുന്നൊക്കെ കൃത്യം അളവിൽ അവർക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോഴും ഈ ഇന്ത്യയിൽ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. ഗവൺമെന്റിന് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോഴും ബച്ചയാണ് ആ കാര്യത്തിൽ, കുട്ടികളാണ്. ഇപ്പോഴും അങ്ങോട്ട് വളർന്നിട്ടില്ല. പല കാര്യത്തിലും തവള കരഞ്ഞാൽ തന്നെ മഴ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും. പണ്ട് ഈ റേഡിയോയിലാണ് മഴ പെയ്യുക. ഇന്ന് റേഡിയോ സ്റ്റേഷനിൽ അവരുടെ ആകാശവാണിയിൽ തവള കരഞ്ഞതുകൊണ്ട് കേരളത്തിൽ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോഴും നമ്മൾ അത്ര അക്യുറസിയിലേക്ക് വന്നിട്ടില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത്. പാവം കുറെ എണ്ണത്തിന്റെ ജീവിതം പോയി, എന്നിട്ടാണ് ഗവൺമെന്റ് അലേർട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ബഹളം വെക്കണം. പോട്ടെ. അപ്പൊ പറയുന്നത് അഹമേവ അസമേവ അഗ്രേ. അഗ്രേ എപ്പോഴും ഓർത്തോണം. ജീവിതത്തിന്റെ രണ്ട് തലങ്ങളാണ്. ഒന്ന് വ്യവഹാരം, രണ്ട് പരമാർത്ഥം. വ്യവഹാരവും പരമാർത്ഥം. വ്യവഹാരം ശ്രദ്ധിക്കുക. വ്യവഹാരം എന്ന് പറയുന്നത് പല പരിമിതികളാണ്. എന്താ പരിമിതി പറഞ്ഞാൽ? ഓരോ ഈഗോ, ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഈ നാലെണ്ണാണ് ഈ വ്യവഹാരം എന്ന് പറയുന്നത്. ഞാൻ, എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമില്ല. ഇതാണ് വ്യവഹാരം. ഈ വ്യവഹാരങ്ങൾ പലപ്പോഴും ഏറ്റുമുട്ടലുണ്ടാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറെ കഴിഞ്ഞാൽ വിഷമങ്ങളും ദുഃഖങ്ങളായി. കാരണം നിങ്ങൾ എത്ര മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും അവരുടെ മനസ്സിൽ അതൊരു സന്തോഷമാണ്, തൃപ്തിയാണെന്ന് ഒരിക്കലും പറയില്ല. സീതാദേവി രാമനോട് പറയുന്ന പോലെയാണ്, ഇത്രയും കാലം രാമ അങ്ങയുടെ കൂടെ ജീവിച്ചിട്ടും അങ്ങന്റെ ചാരിത്രത്തെ സംശയിക്കുന്നു പറഞ്ഞാൽ അങ്ങക്ക് എന്താണ് എന്നെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത്? അച്ഛന്റെ നിർദ്ദേശം, അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ അങ്ങയെ വിവാഹം കഴിക്കുന്നു. വില്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം, അച്ഛനാണ് തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നു. അത് കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ട് അവര് വനത്തിലേക്ക് പോണത്. എത്ര? 12 വർഷം കഴിഞ്ഞിട്ടാണ് വനത്തിലേക്ക് പോയത്. ആദ്യം കൊട്ടാരത്തിൽ 12 വർഷം കഴിഞ്ഞു. എന്നിട്ടാണ് രാമനെ പട്ടാഭിഷേകമൊക്കെ ചെയ്യാൻ നോക്കുന്നത്.
അത്രയും കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ച് അത് കഴിഞ്ഞ് വനത്തിൽ 12 വർഷം വീണ്ടും ചെലവഴിച്ചു. എത്ര വർഷമായി രാമന്റെ കൂടെ? എത്ര വർഷം? 24 വർഷം. അത് കഴിഞ്ഞ് 25-ാമത്തെ വർഷം, അതായത് 14-ാമത്തെ വർഷം രാവണന്റെ കസ്റ്റഡിയിൽ കുറച്ചു കാലം നിന്നു. അപ്പോഴേക്കും അങ്ങ് എന്നെ സംശയിക്കുന്നുവെങ്കിൽ അങ്ങക്ക് എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലായില്ല. അപ്പൊ ഇത് എന്തിനാ ഇതൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്കും ഒരാളെയും മനസ്സിലാവില്ല. കാരണം എല്ലാവരും ഈ 4 ബൗണ്ടറിയിലാണ് നിൽക്കുന്നത്. ഏതാ ബൗണ്ടറി? ഞാൻ, എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമില്ലായ്മ. ഇതാണ് ലോകം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരാളെയും തൃപ്തിപ്പെടുത്താൻ സാധ്യല്ല. ഈ ജന്മം സാധ്യല്ല. അപ്പൊ അതിൽ തന്നെ ജീവിതം വെച്ചാൽ നിങ്ങൾക്ക് കുറ്റബോധമായി, നിങ്ങൾക്ക് വിഷമായി, നിങ്ങളെ മുതലെടുക്കണോ, നിങ്ങൾ ചൂഷണം ചെയ്യണോ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടണോ, ഇല്ലേ? അപ്പൊ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, വ്യവഹാരം അതാണ്. ഇപ്പം കൊച്ചു കുട്ടികൾക്കുണ്ടല്ലോ, ചെറിയ പിള്ളേർക്ക്, ഇവിടെ ഇരിക്കുന്ന ബേബി കുട്ടികൾ, അതിനേക്കാളും കുറച്ചുകൂടി വലിയ കുട്ടികൾ, മധുരം കണ്ടാൽ ആർത്തി വരും അവർക്ക്. ഉണ്ടോ? പക്ഷെ ഒരു പരിധിയിലപ്പുറം കഴിക്കാൻ അവർക്ക് സാധ്യല്ല. ആണോ? ചില സമയത്തുണ്ടല്ലോ, വീട്ടില് വല്ല ലഡു ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലുതിന് ഫുൾ ലഡു കൊടുത്താൽ ചെറുതും പറയും എനിക്കും വേണം. നിങ്ങൾ അതിനൊരു പൊട്ട് ലഡു കൊടുത്ത് ഒറ്റ ഏറ് വെച്ചു വരും. അത് കാരണം അതിനും എന്ത് വേണം? അപ്പൊ അമ്മ ഒരു ചെറിയ പൊട്ടെടുത്ത് കൊടുക്കണം, കാരണം അതിന് അതേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് അതല്ല വേണ്ട, അത് ഫുൾ വേണം. അപ്പൊ ബുദ്ധിയുള്ള അമ്മമാരാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കാഞ്ഞിരമറ്റത്തൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഈ ചെറിയ ലഡുവിനെ ഉരുട്ടി ലഡുവാക്കി ഫുള്ളാക്കി കൊടുക്കും. കാരണം കുട്ടിക്ക് ആ റൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായി, ഇല്ലേ? അല്ലെങ്കിൽ ചില അമ്മമാര് ബോധമില്ലാതെ വലുതെടുത്ത് കൊടുക്കാതെ അവിടെ വലിച്ചു, അതിനത്രേ പറ്റുള്ളൂ അത്. അപ്പൊ എന്നതുപോലെയാണ് ഈ ലോകത്തെ തൃപ്തിപ്പെടുത്താൻ ആർക്കും സാധ്യത. അപ്പൊ എന്ത് വേണം? വ്യവഹാര ജീവിതത്തോടൊപ്പം ഈ 4 കാര്യങ്ങൾ അനുഷ്ഠിക്കണം. ഏത്? ബ്രഹ്മപ്രാപ്തി. ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഉള്ളിൽ കയറരുത്. ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോക സംഗ്രഹം, അല്ലെങ്കിൽ സത്സംഗം, ഏതെങ്കിലും ലോകസംഗ്രഹം. ഞാൻ ആ കൃഷ്ണൻ ആ വാക്കുപയോഗിച്ചുകൊണ്ട് പറയണമാണ്. ഇതിന്റെ പേരാണ് പരമാർത്ഥ ജീവിതം. വ്യവഹാര ജീവിതവും ഇത് പരമാർത്ഥമാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ നിങ്ങളൊരു പരമാർത്ഥ ജീവിതം നയിക്കുമ്പോൾ ക്രമേണ നിങ്ങൾക്ക് മനസ്സിലായി, എന്താ അറിയോ, വ്യവഹാര ജീവിതത്തെ പൂർണ്ണമാക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ നോക്കൂ, കഷ്ടപ്പെട്ട് പണം നേടി, സൗകര്യങ്ങളൊക്കെ നേടി, വീടൊക്കെ ഉണ്ടാക്കി, നല്ല വലിയ വീടൊക്കെ വെച്ച് കുറെ കഴിഞ്ഞ മുകളിലേക്ക് കയറാൻ മുട്ട് സമ്മതിക്കില്ല. കാര്യം മുകളിൽ ബെഡ്റൂമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഈ ചില ആളുകളുണ്ടല്ലോ, എനിക്കറിയില്ല ഞാൻ എവിടെ ഇത് കണ്ടതെന്ന്. ഒരമ്മ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്നതാണേ. അപ്പൊ അവരുടെ പറമ്പിൽ അവര് പടവലം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ പടവലം കയറി പിടിച്ചത് അതിന്റെ അടുത്ത് കൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. അതിന്റെ മുകളിൽ കൂടെ പോയി 11 kV കയറി പിടിച്ചത്. 11 kV ലൈനിന്റെ താഴെ അവര് നെറ്റിട്ടുണ്ട്, ആ ലൈൻ പൊട്ടി വീഴാതിരിക്കാൻ. ഇതിന്റെ മുകളിലാണ് ഈ വള്ളി പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇത് കണ്ടിട്ട് തന്നെ സങ്കടം, ദൈവമേ, ഇത് നീ KCB-കാരൻ വന്നാ കട്ട് ചെയ്യത് ആണോ? ഞാൻ ചോദിക്കട്ടെ, അതിൽ നിറയെ പടവലം കായ ഉണ്ടെങ്കിൽ അതെന്താ ഉപകാരമുള്ളത്? അതിന്റെ മുകളിൽ കായ പിടിച്ചു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ ചില സമയത്തുണ്ടല്ലോ, ചിലർ ഈ പടവല, ഈ പഴയ കാലത്ത്, ഇപ്പൊ അതൊക്കെ കാണാൻ പ്രയാസമാണ്, ഈ കുമ്പളൊക്കെ നട്ടുപിടിപ്പിച്ച് വീടിന്റെ മുകളിൽ കയറും, ഇല്ലേ? എന്നിട്ട് കായ്ക്ക് എവിടെയാണ്? വീടിന്റെ മുകളിൽ. വലിയ കായൊക്കെ ഉണ്ടാവും, പക്ഷെ കയറി പറിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, മാങ്ങയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചക്കയൊക്കെ വലിയൊരു പ്ലാവിന്റെ ഏറ്റവും ടോപ്പിൽ പോയി ചക്ക ഇങ്ങനെ നോക്കിയിരിക്കുന്നേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്നതുപോലെയാണ് ഈ ജീവിതത്തിൽ കുറെ കഴിഞ്ഞാൽ എന്തുണ്ടായിട്ടും ഇപ്പൊ കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഇപ്പൊ നോക്കൂ, നിങ്ങൾ സ്വർണ്ണാഭരണം ഉണ്ടായിട്ട് എന്താ ഒരു കാര്യം? അത് ഏതോ ഒരു അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞു, സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? ശരിയാണ്, സമാധാനം ഉണ്ടാവില്ല. ഇപ്പം സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പൊ അത് മര്യാദയ്ക്ക് കഴുത്തിലിട്ട് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുന്നൊരു കാലമാണോ? ആണോ? നിങ്ങൾ ഗുരുവായൂരിലേക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് അവിടെ പോയി തൊഴാൻ നിന്ന് കഴിഞ്ഞാൽ
ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കഴുത്തിലുള്ളതും കാതിലുള്ളതും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നാരായണൻ പോയി പിന്നെ അടുത്ത് നിൽക്കുന്നവന്റെ കണ്ണിൽ അവരെ സംശയിച്ച് നിൽക്കണം. മനസ്സിലായില്ലേ? ഞാനിത് എന്റെ തമാശ ഇത് പറയില്ല. പണ്ട് ടെമ്പിൾ ഓംബുഡ്സ്മാനായിട്ട് ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു. പാവം അടുത്ത കാലത്താണ് മരിച്ചത്. അദ്ദേഹം ജഡ്ജാണ്, ഹൈക്കോടതിയിൽ സീനിയർ മോസ്റ്റ് ജഡ്ജാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഗുരുവായൂരിലൊക്കെ പോകാൻ എന്താ പ്രയാസം? അവിടെ ചെയർമാൻ മുതൽ വരും. കാരണം ടെമ്പിൾ ഇതും കൂടിയാണ്, ഓംബുഡ്സ്മാനും കൂടിയാണ്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ഇതേ അതിനൊന്നും നിൽക്കില്ല, ഇതേ ക്യൂ നിന്നിട്ട് തന്നെ പോകുള്ളൂ. അപ്പൊ ഒരിക്കലും അദ്ദേഹം പറയാം, ഞാനിങ്ങനെ ക്യൂ നിൽക്കുമ്പോണ്ട് ആ ദേവസ്വം അവിടുന്ന് അനൗൺസ്മെന്റ്, ഭക്തജനങ്ങളെ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴുത്തിലുള്ളതൊക്കെ സൂക്ഷിക്കുന്നതാണ്. മുന്നിലുള്ള സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കുകയാണ്, ഞാനാണോ പറ്റിച്ചത്? ഹൈക്കോടതി ജഡ്ജാണ് ആ മനുഷ്യൻ. ഹൈക്കോടതിയിലെ സീനിയർ ഇതുപോലെ കള്ളനെ പോലെയാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അവസ്ഥ. അപ്പൊ ഏത് ഹൈക്കോടതിയിൽ ജഡ്ജായിട്ടും കാര്യമില്ല. കാരണം ഒരു സ്ഥലം തെറ്റിപ്പോയാൽ ചിലപ്പോൾ നമ്മള് സംശയത്തിൽ നമ്മളും പെടും. എന്നതുപോലെ ഈ വ്യവഹാര ജീവിതത്തെ പൂർണ്ണമാക്കാൻ, തൃപ്തമാക്കാൻ ആർക്കും ഈ ബോധ്യം എത്ര പേർക്ക് വന്നിട്ടുണ്ട്? ഈ ലോകത്തിൽ ആരെ സ്നേഹിച്ചാലും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ആരും എന്നെ സ്നേഹിച്ച് ഒരു നല്ലൊരു സുഖജീവിതം ഈ ലോകത്തിൽ കിട്ടില്ല എന്ന് എത്ര പേർക്ക് ബോധ്യം വന്നിട്ടുണ്ട്? നന്നായി. ഇനി വരാത്തവർക്ക് വരൂല്ല കേട്ടോ. അപ്പൊ ചിലർക്കത് വേഗം വരും, ചിലവർക്കത് വേഗം ക്ലിക്ക് ചെയ്യും. അപ്പൊ പിന്നെ എന്ത് വേണം? അധികം സമയം അതിൽ ചെലവഴിക്കാതെ കുറച്ച് സമയം എന്തിനു വേണം? അനുഷ്ഠാനങ്ങൾക്ക് ചെലവഴിച്ച് ഈ 3 ഏതൊക്കെ ഞാനിനി നിങ്ങളോട് പറഞ്ഞു തരില്ല, നിങ്ങളുടെ വായിന്ന് കേട്ടിട്ടേ ഞാൻ പോളൂ. ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോകസംഗ്രഹം. ഈ ഒരു കാഴ്ചപ്പാടിൽ വേണം ഞാൻ ജീവിക്കാൻ എന്നത് നമ്മൾ തലയിൽ ഉറച്ചാൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കില്ല. കാരണം ആർക്കു വേണ്ടിയും ദുഃഖിച്ചിട്ടും കാത്തിരുന്നിട്ടും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അതാണ് ജീവിതം. ഇവിടെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനോ നാം വൃഥ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇവിടെ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു. അപ്പൊ ബോധത്തിൽ നിന്ന് വന്നു, പൂർണ്ണ ബോധത്തിൽ നിന്ന്. എന്താണ്? സാന്ദ്രാനന്ദാവബോധം. എന്താണ്? അങ്ങനെ ഒരു ബോധമുണ്ട്. ഇപ്പൊ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ ഈ ഹാൾ ഓർക്കുക. എന്താണ് ഈ ഹാള്? നമ്മുടെ ഉള്ളിൽ കെട്ടിയിരിക്കുന്ന ഹാൾ ഏതാണ്? ഞാൻ, എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമില്ല, ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു സ്വതന്ത്രമായ ഇനിയും അളവറ്റ ബോധം എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. ആ ഒരു ബോധമാണ് ഭഗവാൻ. അതിലേക്കാണ് ഞാൻ എന്നെ ഉയർത്തേണ്ടത്. അതിനെന്താ വേണ്ടത്? അതിനെന്താ ഒരു തടസ്സം? അടുത്ത ശ്ലോകം പറയുന്നു, ഹൃദയർത്ഥം യത് പ്രതിയേതന പ്രതിയേത ചാത്മനി തദ്വിദ്യാത്മനോ മായാം യഥാഭാസോ യഥാതമ. അതായത് ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണുമ്പോണ്ടല്ലോ, കണ്ണുകൊണ്ട് ഞാനിപ്പോ നിങ്ങളെ കാണും. അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ കാണുന്നു എന്നതാണ്. ഞാനല്ല വാസ്തവത്തിൽ കാണുന്നത്, എന്റെ ബോധമാണ് കാണുന്നത്. ഞാൻ പോലും ആ ബോധത്തിന്റെ ഒരു മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ കാലത്ത് നമ്മൾ എണീക്കുമ്പോ, രാവിലെ ഉണരുമ്പോ ഞാൻ ഉണരുന്നു, നമ്മൾ പറയും ഞാൻ ഉണർന്നു. പക്ഷെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നോക്കൂ, നമ്മൾ ഉണരുന്നതിന് മുമ്പ് തന്നെ മനസ്സ് ഉണർന്നിട്ടുണ്ടാവുമോ? മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സ് ഉണർന്നതിന് ശേഷമല്ലേ നമ്മൾ ഉണർന്നു വരുന്നത്? അതോ നമ്മൾ അങ്ങോട്ട് ഉറക്കത്തിൽ നേരിട്ട് ഉണർന്നു വരികയാണോ? നമ്മൾ ഉണർന്നിട്ടാണോ മനസ്സ് അല്ല ഞാനെന്ന ഒരു ചിന്ത ഉണരുന്നത്? മനസ്സ് ഉണർന്നതിന് ശേഷമാണോ അതോ മനസ്സ് ഉണർന്നതിന് ശേഷമാണ് നമ്മളിൽ ഒരു ഞാനെന്ന ഭാവം ഉണർന്നു? ശരിയാണോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ആണോ? അപ്പം ഞാനാണോ കാണുന്നത്? ആ ബോധ മനസ്സാണോ ഇതൊക്കെ കാണുന്നത്? പക്ഷെ എനിക്ക് ഞാൻ എന്നാ തോന്നുന്നത്. അപ്പം എന്റെ പിന്നിലൊരു വിശാല ബോധമുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് മായ എന്ന് പറയുന്നത്. മായയുടെ പ്രത്യേകത എന്താണ്? അത് യഥാർത്ഥമായൊരു സത്യത്തെ നമുക്ക് കാണിച്ചു തരില്ല.
ഇപ്പൊ നമ്മളെപ്പോഴും കാണുന്നത് പരിമിതമാണ്. ഇപ്പൊ ഈ ഹാളിനപ്പുറത്തേക്ക് ഒരു സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ നമ്മളിൽ ഒരു അളവറ്റ ബോധമുള്ളത് നമ്മൾ ആരും കാണുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ മായ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമാണ്. ഒന്ന്, കാണാതിരിക്കുക. കാണാതിരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ട് എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ കുരുങ്ങി വട്ടത്തിൽ കറങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് ഒരു സാഗരത്തെ പ്രാപിക്കാനുണ്ട്. അങ്ങനെ ഒരു സാഗരവും ഇല്ല, ഞാൻ എങ്ങോട്ടും പോകാനില്ല, ഞാൻ ഇവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് വട്ടത്തിൽ അവിടെ തന്നെ കറങ്ങും. അപ്പൊ ആ വെള്ളത്തുള്ളിക്ക് ഒരിക്കലും എവിടെ എത്താൻ പറ്റില്ല. എവിടെ എത്താൻ പറ്റില്ല? സാഗരത്തിലെത്താൻ പറ്റില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇതുപോലെ നമ്മൾ വിചാരിക്കുക ഇതിനപ്പുറത്തൊന്നുമില്ല, എന്ത് ജീവിതം, അതൊക്കെ തന്നെ ജീവിതം അനുഭവിച്ചു തീർക്കണം. നേരെ മറിച്ച് നമുക്ക് ഉറപ്പുണ്ട്, ഒരു ബ്രഹ്മപ്രാപ്തിയുണ്ട്. അത് അനുഷ്ഠാനത്തിലൂടെ എനിക്ക് അവിടെ എത്താൻ പറ്റും. ആ ഒരു ഗഡ്സ്, ആ ഒരു പ്രയത്നം ചെയ്ത് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാം. അത് ചെയ്യുന്നവരെ മായ ബാധിക്കില്ല. ഗീതയിൽ 4-ാം അധ്യായത്തില്, സമയം പോകുന്നു അതുകൊണ്ട് പറയാനും വിഷമമുണ്ട്, 4-ാം അധ്യായത്തില് അവിടെ ഭഗവാൻ 11-ാം ശ്ലോകത്തിൽ പറയും, യേ യഥാമം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. യേ യഥാമം പ്രപദ്യന്ത, ആര് പ്രയത്നിക്കുന്നു, താം തഥൈവ, ഞാൻ അവരെ അതുപോലെ അനുഗ്രഹിക്കുന്നു. യേ യഥാമം പ്രപദ്യന്തേ, കണ്ടോ 4-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം, യേ യഥാമം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം, ആരെപ്രകാരം പ്രവർത്തിക്കുന്നോ പ്രയത്നിക്കുന്നോ അപ്രകാരം ഞാൻ അനുഗ്രഹിക്കും. അത് ഗ്യാരണ്ടിയാണ്. നേരെ മറിച്ച് ഞാൻ പ്രയത്നിക്കാത്തടത്തോളം കാലം എന്ത് ദൈവീകതയെ വരാൻ പോണത്? അപ്പം എന്റെ പ്രയത്നം കൊണ്ടേ എനിക്ക് ഉയരാൻ, അപ്പം മായ ബാധിക്കില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ദാമഹന്തി ഭൂതാനി ഭൂതേഷുച്ചാപദേശനു പ്രവിഷ്ടാനി തഥാത്തേഷു നതേഷഹം. ആരാണോ ഈ പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നത് അവര് ഇപ്രകാരമാണോ പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. ഇവിടെ എല്ലാം നിൽക്കുന്നത് അങ്ങനൊരു അസ്പർശയോഗത്തിലാണ്. അസ്പർശയോഗം എന്നൊരു യോഗം. എന്താണ്? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഓക്സിജൻ ഈ ശരീരമായിട്ട് യാതൊരു ഒട്ടവുമില്ല. അത് ഉള്ളിൽ നിന്ന് അപ്പം പുറത്തേക്ക് പോകണു, വീണ്ടും ഓക്സിജനായി വരുന്നു, കാർബൺ ഡൈ ആണോ? അസ്പർശയോഗം എന്ന് പറയും. അത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ജീവിതമുള്ളത്. പക്ഷെ അതിന് നമ്മളായിട്ട് യാതൊരു പറയൂ ബന്ധമില്ല. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരം കാലവുമായി ബന്ധപ്പെട്ടതാണ്. ഏതുമായിട്ട്? കാലം ഇതിനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഒന്നും ഇവിടെ സ്ഥിരമായിട്ട് വെക്കാൻ പറ്റില്ല. അസ്പർശമാണ്. നമുക്ക് ഉണ്ട് എന്ന് തോന്നുമ്പോഴേക്കും കാലം അതിനെ മാറ്റിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വ്യവഹാരം എന്ന് പറയുന്നത് നമ്മൾ അതിൽ അമിതമായി ഒട്ടിപ്പിടിച്ചാൽ ഇരുന്ന് ദുഃഖിക്കണം. കാരണം കാലം നിങ്ങളെ ഒന്നും ഒട്ടിപ്പിടിക്കാൻ ഉറക്കെ പറയൂ അനുവദിക്കില്ല. അപ്പം അമിതമായി മക്കളെക്കുറിച്ച്, അമിതമായി വീട്ടുകാരെക്കുറിച്ച്, അമിതമായി രോഗങ്ങളെക്കുറിച്ച്, അമിതമായി ഹെൽത്തിനെ കുറിച്ച്, അമിതമായി വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഇരുന്ന് മോങ്ങന്നെ വഴിയുള്ളൂ. എന്നാ മനസ്സിലാക്കണം, കാലം ഇതൊന്നും മുറുകെ പിടിക്കാൻ എന്നെ അനുവദിക്കില്ല. അപ്പൊ പിന്നെ ആരെ പിടിക്കണം? അതാണ് അടുത്ത വരി. ഏതാവദേവ ജിജ്ഞാസം തത്വ ജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവ. ആരാണോ നിരന്തരമായ ഈ ജിജ്ഞാസ കൊണ്ട് നിരന്തര പ്രയത്നം ചെയ്യുന്നത്, തത്വജിജ്ഞാസ ആർക്കുണ്ടോ അവർക്ക് ആ പരമപദത്തിലേക്ക് അന്വയിപ്പിച്ചും ഒന്നിനോട് ചേർത്തും ഒന്നിൽ നിന്ന് വേർതിരിഞ്ഞും അവർക്ക് ആ പരമപദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് ഭാഗവതം തരുന്ന ഒരു ഉറപ്പ്. അപ്പൊ ഇതിനെയാണ് വ്യാസഭഗവാൻ, 4 ശ്ലോകങ്ങളെയാണ് വ്യാസഭഗവാൻ കഥകളൊക്കെ ചേർത്ത്, അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ഡ്രസ്സ്, ഇപ്പൊ നമ്മളെ കൊടുത്തിരിക്കുന്ന വസ്ത്രം വെളുത്ത ഡ്രസ്സാണ് വാസ്തവത്തിൽ, ആണോ? ഇത് കോട്ടൺ, വെളുത്ത കോട്ടണോ പോളിസ്റ്ററോ അല്ലെങ്കിൽ സെമി കോളർ എന്താവട്ടെ, ഇത് വെളുത്ത തുണിയായിരുന്നു, ആണോ? പിന്നെയാണ് അതിനെ കളർ ചെയ്യുന്നത്, പിന്നെയാണ് അതിൽ പ്രിന്റ് അടിക്കുന്നത്, പിന്നെ ചിലർ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നു, ആണോ? അപ്പോഴാണ് ഇതിന്റെ കോസ്റ്റ് മാറുന്നത്, വില മാറുന്നത്, ആണോ? ഇതുപോലെയാണ് ഒരു വെളുത്ത തുണിയെ എങ്ങനെയാണോ കളർഫുൾ, നമ്മളൊക്കെ ഉടുത്തിരിക്കുന്നത് വെളുത്ത തുണിയാണോ? എല്ലാവരും ശരിക്കും ഉടുത്ത തുണി വെളുത്താണോ? ആണ്, വെളുപ്പാണ്.
പിന്നെയാണ് അതിൽ അത് ആദ്യം ഡൈയിങ്ങിൽ പോവും, പിന്നെ അത് പ്രിന്റിങ്ങിന് പോവും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഉടുത്തിരിക്കുന്ന കളർഫുൾ ഡ്രസ്സൊക്കെ വന്നിരിക്കുന്നത്. ആണോ? എന്നതുപോലെ ഈ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് വെളുത്ത തുണിയാണ്. അതിൻ്റെ അകത്ത് കളർ അടിച്ച് പ്രിന്റ് അടിച്ചതാണ് 18,000 ശ്ലോകങ്ങൾ. അപ്പൊ വ്യാസഭഗവാൻ എന്ത് ചെയ്തു? ഇതിൽ എംബ്രോയിഡറി വെച്ച് കെട്ടി. അപ്പം ഭാഗവതം എന്തായി? 4 ശ്ലോകം 18,000 ശ്ലോകമാക്കി മാറ്റി. അപ്പൊ നിങ്ങളൊക്കെ അതിൽ എക്സ്പേർട്ടാണ്. ഏതില് ചതുശ്ലോകിയെ വലിയ ഭാഗവതാക്കാൻ നിങ്ങളൊക്കെ കഴിവുള്ളവരാണ്. ആണോ? കഴിവുള്ളവരല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരും ഗസ്റ്റുകൾ കയറി വരുന്നു, നിങ്ങളാണെങ്കിൽ ഒരു 4 പേർക്കുള്ള സാമ്പാറേ ഉണ്ടാക്കിയുള്ളൂ. ഒരു 3 പേരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അപ്പം ഭാഗവതം രചിക്കും. നിങ്ങൾ അതിനകത്ത് എന്താ നിങ്ങൾ ചിരിച്ചത്? എന്താ സംഭവിച്ചത് നിനക്കറിയാം. അതന്നെ ചെയ്യാനുള്ളത്. അപ്പൊ ഭാഗവതത്തിൽ ബാക്കി കഥകളൊക്കെ ചേർത്ത് വ്യാസഭഗവാൻ സാമ്പാറിനെയൊക്കെ കൂടി എല്ലാവർക്കും പറ്റുന്ന സാമ്പാറാക്കി മാറ്റി. നിങ്ങൾ പറയും ഒരു പ്രശ്നമില്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന്. ഇതുപോലെ വ്യാസഭഗവാൻ ഭാഗവതത്തെ നമുക്കിന്ന് കേൾക്കുന്ന ഭാഗവതമാക്കി മാറ്റി. കൃഷ്ണ ഹരേ 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 കുന്നെടുത്തു കുടയാക്കി അമ്പാടി കണ്ണൻ, മണ്ണെടുത്തു വായിലിട്ട വിശ്വനാഥൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കുടമുടച്ചു വെന്ന കട്ട ഉണ്ണിക്കണ്ണൻ, ഉടവ കട്ടു ഗോപിക തൻ ചിത്തചോരൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ പട്ടൊടുത്തു തൊട്ടു പീലി ചാട്ടി ഗോപികളോ ഒത്തുകൂടി നൃത്തമാടി. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ദേവകിക്കു പിറന്നോരു വാസുദേവൻ, ഗോകുലത്തിൻ ഭാഗ്യമായ നന്ദനന്ദൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കംസനീവധം ചെയ്ത ധീരധീരൻ, കൗരവരെ നിഗ്രഹിച്ചരണധീരൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോക്കളെ മേച്ചു വന്ന ഗോകുലബാലൻ, ഭക്തവത്സലൻ കൃഷ്ണൻ ആത്മരാമൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ടുത്തു കുടയാക്കി അമ്പാടി കണ്ണൻ, മണ്ണെടുത്തു വായിലിട്ട വിശ്വനാഥൻ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ 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 വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ ആനന്ദനന്ദന വാസുദേവായ ആനന്ദനന്ദന വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ അച്യുതാ മാധവ വാസുദേവായ അച്യുതാ മാധവ വാസുദേവായ അച്യുതാ മാധവ വാസുദേവായ അച്യുതാ മാധവ വാസുദേവായ സച്ചിദാനന്ദ ഹേ വാസുദേവായ സച്ചിദാനന്ദ ഹേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ വാസുദേവായ നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ
വാസുദേവായ നമോ വാസുദേവായ. 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. 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 ശരണം മേ കൃഷ്ണ ശരണയുഗം. ശരണം മേ തവ ശരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.